നമസ്കാരം. അയോധ്യ ക്ഷേത്രത്തിൽ ISROയ്ക്കും ഒരു പങ്കുണ്ട്. അയോധ്യയിലെ മഹത്തായ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി രാമക്ഷേത്രത്തിന്റെ ബഹിരാകാശ ചിത്രങ്ങൾ ഇന്ത്യൻ സാറ്റലൈറ്റുകൾ ഒപ്പിയെടുത്തു. ഇന്ത്യൻ സാറ്റലൈറ്റുകൾ രാമക്ഷേത്രത്തെ വലം വെച്ച് നമസ്കരിച്ചുവെന്നും അവർ ക്ഷേത്രത്തിന് അഭിവാദ്യമർപ്പിച്ചുവെന്നും ISRO വക്താവ് പ്രതികരിച്ചത് അതിലുപരി ശ്രീരാമൻ ജനിച്ച സ്ഥലം കൃത്യമായി ഉപഗ്രഹ സഹായത്തിൽ രേഖപ്പെടുത്തുകയും ആ സ്ഥാനത്ത് തന്നെ മൂലവിഗ്രഹം സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്തത് ISRO ആയിരുന്നു. ISRO നമ്മുടെ സ്വന്തം തദ്ദേശീയ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ബഹിരാകാശത്ത് നിന്ന് കാണുന്ന മനോഹരമായ രാമക്ഷേത്രത്തിന്റെ ചിത്രങ്ങളാണിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതോടെ ബഹിരാകാശത്തും രാമക്ഷേത്രം തിളങ്ങുകയാണ്. 2.7 ഏക്കർ വിസ്തൃതിയുള്ള രാമക്ഷേത്രം കാണാൻ ബഹിരാകാശത്ത് നിന്ന് സാധിക്കും. കൂടാതെ ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സീരീസ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഇതിന്റെ വിപുലീകൃത കാഴ്ചയും നൽകുന്നുണ്ട്. നിർമ്മാണത്തിലിരിക്കുന്ന ക്ഷേത്ര കോമ്പൗണ്ടുകളും കാണാനാകും. അയോധ്യയിൽ ഇടതൂർന്ന മൂടൽമഞ്ഞ് വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ISRO രാമക്ഷേത്രത്തെ വലം വയ്ക്കാൻ അതിന്റെ 50 ഉപഗ്രഹങ്ങൾക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. രാമക്ഷേത്രത്തിലേക്ക് ഉപഗ്രഹങ്ങളിലേക്കുള്ള 100 കണക്കിന് ക്യാമറകൾ ഫോക്കസ് ചെയ്യിപ്പിച്ചു. ഏറ്റവും മികച്ചത് തന്നെ പകർത്തിയ ഉപഗ്രഹങ്ങൾ നോട്ട് ചെയ്തു. അതായത് ഇന്ത്യ ബഹിരാകാശത്ത് ഉണ്ടാക്കിയ ശാസ്ത്ര നേട്ടങ്ങൾ വരെ രാമക്ഷേത്രത്തെ വലം വെച്ച് ആദരവ് പ്രകടമാക്കി. ഇതോടെ ISROയും രാമക്ഷേത്ര സുരക്ഷയ്ക്കും അതിന്റെ ചടങ്ങുകൾക്കും നിർണായക സംഭാവനകൾ ചെയ്യുകയാണ്. ജനുവരി 22-ന് ഇന്ത്യയുടെ 50 അതായത് ഇന്ന് ഇന്ത്യയുടെ 50 ഉപഗ്രഹങ്ങളും രാമക്ഷേത്രത്തിന് മുകളിലായി വലം വയ്ക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യും. ശാസ്ത്രത്തെ വിശ്വാസവുമായി ബന്ധിപ്പിക്കുകയാണ് ഇവിടെ. നിലവിൽ ഇന്ത്യക്ക് ബഹിരാകാശത്ത് 50-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. അവയിൽ ചിലത് 1 മീറ്ററിൽ താഴെ റെസൊല്യൂഷൻ ഉള്ളവയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഭാഗമായ ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററാണ് ചിത്രങ്ങൾ പ്രോസസ്സിംഗ് ചെയ്തത്. ക്ഷേത്ര നിർമ്മാണത്തിന്റെ മറ്റ് ഘട്ടങ്ങളിലും ISRO സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രീരാമന്റെ വിഗ്രഹം സ്ഥാപിക്കുന്നതിനുള്ള കൃത്യമായ സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു മഹത്തായ പദ്ധതിയിലെ വലിയ വെല്ലുവിളി. ശ്രീരാമൻ ജനിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് വിഗ്രഹം സ്ഥാപിക്കണമെന്നാണ് ക്ഷേത്രം പണിയാൻ ചുമതലപ്പെടുത്തിയ ട്രസ്റ്റിന്റെ ആവശ്യം. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഇന്റർനാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് അലോക് ശർമ്മ രാമക്ഷേത്ര പദ്ധതിയുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. 1992-ൽ ബാബറി മസ്ജിദ് തകർത്തതിനെ തുടർന്ന് ശ്രീരാമൻ ജനിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് 40 അടി അവശിഷ്ടങ്ങൾ മൂടിയതായി അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു. ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും പുതിയ വിഗ്രഹം കൃത്യമായും ആ സ്ഥലത്തുണ്ടാകത്തക്ക വിധം സ്ഥാനം ഉറപ്പിക്കുകയും വേണമെന്നും നിർദ്ദേശിച്ചു. എന്നാൽ ഇത് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമായിരുന്നു ബഹിരാകാശത്ത് നിന്നും ശ്രീരാമന്റെ ജന്മസ്ഥാനം തിട്ടപ്പെടുത്തൽ. തുടർന്ന് ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു. കൃത്യമായ സ്ഥലം തിരിച്ചറിയാൻ നിർമ്മാണ സ്ഥാപനമായ ലാൻസർ ആൻഡ് ടൂബ്രോയുടെ കരാറുകാർ ഏറ്റവും സങ്കീർണമായ ഡിഫറൻഷ്യൽ ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം ഉപയോഗിക്കുകയായിരുന്നു. ഏകദേശം 1 മുതൽ 3 സെന്റിമീറ്റർ വരെ കൃത്യമായ കോർഡിനേറ്റുകൾ വരച്ചു. ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിലോ ശ്രീകോവിലോ പ്രതിമ സ്ഥാപിക്കുന്നതിനുള്ള അടിസ്ഥാനം അവർ രൂപപ്പെടുത്തി. ഈ ഭൂമിശാസ്ത്രപരമായ ഉപകരണങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന കൃത്യതയുള്ള ഉപകരണങ്ങളിൽ ഇന്ത്യയുടെ സ്വന്തം സ്വദേശി GPS ആയിരുന്നു. ISRO വികസിപ്പിച്ചെടുത്തതാണിത്. ഉപഗ്രഹ സിസ്റ്റം നിലവിൽ നവീകരണത്തിനായി സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ISRO ചെയർമാൻ S സോമനാഥ് വ്യക്തമാക്കി. ഇതിനിടെ ദില്ലി എയിംസ് ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. വൻ തർക്കത്തിനിടയിൽ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അയോധ്യ രാമക്ഷേത്രത്തിലെ മഹത്തായ പ്രതിഷ്ഠാ ചടങ്ങ് കണക്കിലെടുത്ത് ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെ ഗുരുതരമല്ലാത്ത സേവനങ്ങൾ അടച്ചിടാനുള്ള തീരുമാനം മാറ്റിയതാണത്. പ്രധാന ഹെൽത്ത് കെയർ ഫെസിലിറ്റി നോൺ ക്രിട്ടിക്കൽ സർവീസുകളിലെ ജീവനക്കാർക്ക് അർദ്ധ ദിവസത്തെ ഇടവേള പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്. നന്ദി.